നമസ്കാരം. ഓട്ടപ്രശ്നത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പശ്ചിമേഷ്യൻ യുദ്ധം താൽക്കാലികമായി അവസാനിച്ചു. താൽക്കാലികമായി എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഈ യുദ്ധത്തിൽ വിജയി ആരാണ്? യുദ്ധത്തിൽ വിജയിച്ചു എന്ന് പറയണമെങ്കിൽ അത് ഇസ്രായേൽ മാത്രമാണ്. മറ്റു രണ്ടുപേരും പരാജയപ്പെടുകയായിരുന്നു, അമേരിക്കയും ഇറാനും. ഇനി ഇറാൻ്റെ മേൽ കാര്യമായ രീതിയിൽ ഒരു കാര്യവും അടിച്ചേൽപ്പിച്ചിട്ടില്ല. ഇറാൻ്റെ യുറേനിയം സമ്പുഷ്ടീകരണത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും തടസ്സം നിന്നിട്ടില്ല. പക്ഷെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇറാനിൽ ഇനി എന്താണുള്ളത് എന്നാണ്. ഇനി ഇറാൻ എങ്ങനെയാണ് യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുക? കാരണം ഇസ്ഫഹാൻ മേഖല അടിച്ചു തകർത്ത് കഴിഞ്ഞു. ഒരു പുകച്ചുരുളായി യുറേനിയം സമ്പുഷ്ടീകരണം മുഴുവനായി കത്തിച്ചു തീർത്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതായത് എന്താണോ ഇസ്രായേൽ ആദ്യം ഉദ്ദേശിച്ചിരുന്നത് ആ കാര്യങ്ങളെല്ലാം തന്നെ ഇറാനിൽ നടപ്പിലാക്കിയെടുത്തതിന് ശേഷം, ഒരു ചണ്ടി പോലെ ഇറാനെ ആക്കിയതിന് ശേഷമാണ് ഈ യുദ്ധത്തിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇനി എന്താണ് ഇറാനിൽ ഉള്ളത്? ഇസ്ഫഹാൻ മേഖലയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇറാൻ്റെ യുറേനിയം സമ്പുഷ്ടീകരണം, യുറേനിയം ശേഖരം അപ്പാടെ നശിപ്പിച്ചു കഴിഞ്ഞു. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ തകർത്തു. ഷഹീദ് ഡ്രോൺ അസംബ്ലി സൈറ്റ്സ്. ഇനി ഇറാൻ എങ്ങനെയാണ് പുതിയൊരു ഡ്രോൺ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇറാനിൽ എങ്ങനെയാണ് നിർമ്മിക്കുക? ടോർപെഡോ മാനുഫാക്ചറിംഗ് പ്ലാന്റ് തകർത്തു. മിസൈൽ അസംബ്ലി ഫെസിലിറ്റീസ് അപ്പാടെ നശിപ്പിച്ചു എന്ന് തന്നെ പറയാം. പുതിയ രീതിയിലുള്ള പുതിയ മിസൈൽസോ മറ്റു കാര്യങ്ങളോ അതിൻ്റെ പരീക്ഷണമോ നിരീക്ഷണമോ ഒക്കെ നടത്തുന്നതിന് ഇറാന് ഇനിയൊരു സാധ്യതയുമില്ല. ഇനി ആരെങ്കിലുമൊക്കെ സഹായിക്കണം. ചിലപ്പോൾ റഷ്യയും ചൈനയും ഒക്കെ സഹായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിൽ പൂർണ്ണമായും ഒരു ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഇനി അമ്യൂണിഷൻ ഫാക്ടറീസ് പൂർണ്ണമായും തകർത്തു കഴിഞ്ഞു. ഇനി എന്താണുള്ളത്? ഇനി കുറച്ച് യുദ്ധം ഇറാൻ തിരിച്ചടിച്ചത് ഇറാൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ കൊണ്ടല്ല, അത് റഷ്യയുടെ കയ്യിൽ റഷ്യ സഹായിച്ചതുകൊണ്ടാണ്. ഇനി റഷ്യ എന്ത് ചെയ്യും? ഇനി മുന്നോട്ട് നീങ്ങുമ്പോൾ റഷ്യ സഹായിക്കുമോ? സഹായിച്ചില്ല എങ്കിൽ ഇറാൻ്റെ കാര്യം അധോഗതി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. മുബാറക് സ്റ്റീൽ കമ്പനി തകർത്തു. ഖുഷിസ്ഥാൻ സ്റ്റീൽ കമ്പനി തകർത്തു. ഫിറോസാബാദ് സിമൻറ്റ് തീർത്തു, കത്തിച്ചു കളഞ്ഞു. ഇതെല്ലാം തന്നെ മാഷർ ആൻഡ് അസൂലിയ പെട്രോകെമിക്കൽ സ്ഥാപനം തകർത്തെറിഞ്ഞു, കത്തിച്ചു കളഞ്ഞു ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത സൈന്യം. ഇനി ടെഹ്റാൻ ഓയിൽ റിഫൈനറി ഇപ്പോഴുണ്ടോ? ഇപ്പോഴില്ല. സൗത്ത് പാർട്സ് ഗ്യാസ് ഫീൽഡ് ഇപ്പോഴുണ്ടോ? അപ്പാടെ നശിപ്പിച്ചു എന്ന് തന്നെ പറയാം. ഇറാൻ ഓയിൽ ഉണ്ടോ? ഇനി ഷാറായ് ആൻഡ് നജ്വാദ് റിഫൈനറി ഉണ്ടോ? ഷാറയോ നജ്വാദോ റിഫൈനറി ഉണ്ടോ? ഇല്ല. ഫാർമസ്യൂട്ടിക്കൽ ഫാക്ടറീസ് അപ്പാടെ തകർത്തു. ജിറാസ് ഇലക്ട്രോണിക്, ജാരീസ് യൂണിവേഴ്സിറ്റി. ഇങ്ങനെ ഇറാൻ്റെ നഷ്ടം നമുക്ക് എണ്ണി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിനി ഒരു പുനരന്വേഷണം നടക്കേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ വാർത്തകളിൽ അറിവിൽ ഇത്രയധികം സ്ഥാപനങ്ങൾ ഇറാനിൽ നശിപ്പിച്ചു കഴിഞ്ഞു. അതായത് ഇറാൻ്റെ അഭിമാന സ്തംഭങ്ങളായിട്ടുള്ള എല്ലാം തന്നെ നശിപ്പിച്ചു. ഇനി ഇറാനിൽ പുതുതായി ഒന്നേന്ന് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. ആ രീതിയിലാണ് ഇപ്പോൾ ഒരു ചണ്ടി പോലെ ഇറാനെ മാറ്റിയെടുത്തിരിക്കുകയാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത സൈന്യം. പക്ഷേ ഇവിടെ അമേരിക്കയും വിജയിയല്ല. അമേരിക്കയും പൂർണ്ണമായും വിജയി എന്ന് അവകാശവാദമൊന്നുമില്ല. ഇസ്രായേൽ മാത്രമാണ് ഇതിൽ വിജയി എന്ന് പറയുന്നത്. കാരണം ഇസ്രായേൽ തുടക്കം മുതൽ എന്താണോ തീരുമാനിച്ചത് ആ കാര്യമൊക്കെ ഇസ്രായേൽ നടപ്പിലാക്കിയെടുത്തു എന്നാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. 2047 ഇസ്രായേലിനെ ഈ ഭൂമുഖത്ത് നിന്ന് അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ ഇറാനെ അപ്പാടെ തകർത്തെറിഞ്ഞു ഇസ്രായേൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഇനി അമേരിക്കയുടെ കാര്യം എടുത്താൽ അമേരിക്കയുടെ കാര്യവും ഏറെക്കുറെ പരിതാപകരമാണ്. അവിടുത്തെ സൈനിക മേഖലയിൽ, അതായത് സൈനിക മേധാവിയെ തന്നെ മാറ്റേണ്ടി വന്നു. റാൻഡി ജോർജിനെ മാറ്റേണ്ടി വന്നു. ഇനി മറ്റ് ഈ ട്രംപിൻ്റെ കാര്യം എടുത്താൽ റിപ്പബ്ലിക്കൻസ് പോലും എതിരാണ്. ഇനി ഡെമോക്രാറ്റ്സിൻ്റെ കാര്യം പറയാനുമില്ല. ഡെമോക്രാറ്റ്സിന് ആദ്യമേ ഒരു ശത്രു രാജ്യം എന്നതുപോലെ തന്നെയാണ് ട്രംപ് പറഞ്ഞത്. അമേരിക്കൻ സുപ്രീം കോടതിയുടെ കാര്യം എന്ത് പറയണമെന്ന് പോലും അറിയാൻ പറ്റാത്ത കാര്യമാണ്. എന്ത് പറഞ്ഞാലും ട്രംപ് ചീത്ത വിളിക്കും. അങ്ങനെ ട്രംപിനൊരു ബോധവും വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ കാര്യങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇനി അടുത്ത് ഇറാൻ്റെ കാര്യം, ഇസ്രായേലിൻ്റെ കാര്യം എടുത്താൽ ഇസ്രായേൽ ഏറെക്കുറെ ഇതിനകത്ത് വിജയി തന്നെയാണ്. ഇത് നമുക്ക് ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. ഇനി എങ്ങനെയാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ വളരെയധികം ദുഃഖകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് അവർ ഈ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുക, മറ്റു കാര്യങ്ങളൊക്കെയും നടത്തുക, ഇതൊക്കെ മറ്റൊരു കാര്യമാണ്. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരു ഭരണസ്തംഭനാവസ്ഥ ഇറാനിൽ ഉണ്ടാകും എന്നുള്ളതാണ്.
IRGC ആയിരിക്കുമോ ഇനി ഇറാൻ ഭരിക്കുക? ഉറപ്പായി IRGC ആയിരിക്കും. ഇറാനിൽ ഒരു മുജ്തബ ഖമേനി ഉണ്ടാവില്ല. ഖമേനിയൻ ഭരണകൂടം ഏറെക്കുറെ അസ്തമിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇനി താൽക്കാലിക ഭരണകൂടവും IRGCയും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കും. ഈ ഏറ്റുമുട്ടലിനൊടുവിൽ ആരായിരിക്കും വിജയിക്കുക? IRGC ആണോ? IRGC വിജയിച്ചാൽ അവിടുത്തെ ജനങ്ങളുടെ കാര്യം അധോഗതിയാണ്. നേരത്തെ ഖമേനി ഭരണകൂടം ഉണ്ടായിരുന്നപ്പോൾ ഒരല്പം സ്വാതന്ത്ര്യം കിട്ടിയത് അതുകൂടി ഇല്ലാതായിത്തീരും ഇറാനിൽ. അങ്ങനെ ഭരണകൂടത്തിൻ്റെ ഒരു വരവോടുകൂടി, അതായത് IRGCയുടെ വരവോടുകൂടി ഏകദേശം താലിബാൻ്റെ അവസ്ഥയിലേക്ക് ഇറാൻ മാറും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായൊരു കാര്യമാണ്. കാരണം അത്രയേറെ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു ഭരണകൂടമാണ് IRGC ഭരണകൂടം. ഇനി ഹോർമൂസിൻ്റെ കാര്യമെടുത്താൽ ഹോർമൂസ് തുറന്നു കൊടുക്കേണ്ടി വരും. ഹോർമൂസ് തുറന്നു കൊടുക്കുമ്പോഴത്താൽ പോലും ഇനി ഇപ്പോൾ ഇത്രയും നാളുണ്ടായൊരു നഷ്ടം, ലോക വിപണിയിലുണ്ടായൊരു നഷ്ടം, എങ്ങനെയാണത് പരിഹരിച്ചെടുക്കുവാൻ സാധിക്കുക? അത്തരം കാര്യങ്ങളിലൊക്കെ കൺഫ്യൂഷൻ മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ്. ഇനി ഇറാനെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നീങ്ങുകയാണെങ്കിൽ ലോക വിപണിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങൾക്കകത്താണ്. ഇനി ആ നഷ്ടം നികത്തിയെടുക്കണമെങ്കിൽ കാര്യങ്ങൾ ഏറെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഇനി ഇതെവിടെ നിന്നാൽ മധ്യേഷ്യയുടെ കാര്യം എങ്ങനെയാണ്? മധ്യേഷ്യയിൽ എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക? മധ്യേഷ്യയിലും ഈ പറഞ്ഞതുപോലെ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ നഷ്ടങ്ങൾ, അവരുടെ സുപ്രധാനമായിട്ടുള്ള നിരവധി ഓയിൽ റിഫൈനറീസ്, എണ്ണക്കിണറുകളൊക്കെയും ഇറാൻ തകർത്തിട്ടുണ്ട്. ജലസംഭരണികൾ തകർത്തിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് വീണ്ടെടുക്കുവാൻ കഴിയുക? അവരെ ഇനി കാത്തിരിക്കാൻ പോകുന്നത് എന്ത് ദുരന്തമാണ് എന്ന് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതിൻ്റെ അലയൊലികൾ ഇങ്ങ് കേരളത്തിൽ പോലും വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അവരുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് തന്നെ വലിയ കോട്ടങ്ങളാണ് ഉണ്ടായത്. അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്കല്ല ഇറാൻ നിറയൊഴിച്ചത് മുഴുവൻ മധ്യേഷ്യയുടെ ജനവാസ കേന്ദ്രങ്ങളിലേക്കും മറ്റിടങ്ങളിലേക്കുമാണ്. അപ്പോൾ ഇത്തരത്തിൽ മധ്യേഷ്യയെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ഇനി ഈ മേഖലകളിലേക്കൊക്കെ ആരായിരിക്കും? അതായത് ഇറാനിൽ ഇനി IRGC ഭരണം നടത്തിയെങ്കിൽ തന്നെയും അവിടെ ഒരു ഐസിസിൻ്റെ സ്ട്രോങ് ഹോൾഡ് ഉണ്ടായി വരാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം നോർത്തേൺ മേഖലയിൽ ഐസിസിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ സാന്നിധ്യം ഇങ്ങോട്ട് അകത്തേക്ക് കയറി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അങ്ങനെ ഇറാനിൽ ഐസിസ് കൂടി പിടിമുറുക്കുകയാണെങ്കിൽ നാളെ അതൊരു സിറിയയോ അല്ലെങ്കിൽ ലിബിയയോ പോലുള്ള രാജ്യങ്ങൾ പോലെ ആകാനും ഉള്ള സാധ്യതകളെയും നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. ഈ രീതിയിൽ യുദ്ധം വരുത്തി വച്ച ഒരു കൊടും ഭീകരത, കൊടും നഷ്ടം നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. എങ്ങനെയാണ് ഇനി മധ്യേഷ്യ തിരിച്ചു കൊണ്ടുവരിക എന്നതുപോലും അറിയില്ല. എവിടെയൊക്കെയാണ്, എത്രമാത്രം നഷ്ടമാണ് ഓയിൽ റിഫൈനറികളുടെ കാര്യത്തിലെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ലോകത്തിൻ്റെ ഊർജ്ജ വിപണിയിൽ ഏറിയ പങ്കും വരുന്ന മധ്യേഷ്യയും പശ്ചിമേഷ്യയും തകരുന്നതോടുകൂടി ലോകഭൂപടത്തിൽ, ലോകത്തിൻ്റെ ഊർജ്ജക്രമത്തിൽ തന്നെ കാര്യമായ ഒരു വ്യതിയാനം തന്നെ സംഭവിക്കും. കുറച്ച് ലാഭം പാകിസ്ഥാൻ ഈ മധ്യസ്ഥതയിൽ കൂടി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവരുടെ എണ്ണ പ്രശ്നങ്ങൾക്ക് കുറച്ചൊരു പരിഹാരം ആകും. പിന്നെ അവർക്ക് അവരുടെ കടം തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പൈസയും കാര്യങ്ങളും ഒക്കെ കിട്ടും. പാകിസ്ഥാന് ഈ യുദ്ധം അവസാനിക്കുന്നതുകൊണ്ട് ചെറിയ നേട്ടമൊക്കെ ഉണ്ടെന്ന് പറയാം. പക്ഷേ അവിടെയും ഭീകരവാദം തലപൊക്കുമ്പോൾ, ഭീകരവാദം 42% വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലത്ത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ലാഭമൊന്നും നമുക്ക് പറയാനില്ല. അങ്ങനെ ലോകത്തിൻ്റെ പല മേഖലകളിലേക്കും, മധ്യേഷ്യയിലേക്കായിരിക്കും കൂടുതൽ പ്രശ്നം ഉണ്ടാകുക, അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലേക്കായിരിക്കും കൂടുതൽ പ്രശ്നം ഉണ്ടാകുക. പക്ഷേ മറ്റിടങ്ങളിലേക്ക് വലിയ നഷ്ടമുണ്ടാകും ഊർജ്ജ വിപണിയുടെ കാര്യത്തിലെങ്കിലും. എന്തായാലും ഇതൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിനി എങ്ങനെയൊക്കെയാണ് എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇനി ഇതിലൊന്നും ബന്ധമില്ലാത്ത മറ്റൊരു മേഖലയിലേക്ക് ഓട്ടപ്രദർശനം പോവുകയാണ്. ഓട്ടപ്രദർശനം പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലും വെളുപ്പിക്കലുമാണ്. ഇതിനിടയിൽ, അതായത് ഓണത്തിനിടയിൽ പുട്ട് കച്ചവടം എന്നതുപോലെ രാഹുൽ മാങ്കൂട്ടം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ തത്രപ്പാട് ഉണ്ടാക്കുന്നുണ്ട്. ഭയങ്കരമായി പ്രയാസപ്പെടുന്നുണ്ട്, ഭയങ്കരമായി. അതായത് ശോഭാ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു, കർത്താവിനോട് തുലനം ചെയ്യുകയാണ് അദ്ദേഹം എന്ന് തോന്നുന്നു. കാരണം എല്ലാ കാര്യത്തിനും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നാണ് പറയുന്നത്. കർത്താവിനെ ചൂണ്ടിക്കാണിച്ചിട്ടാണല്ലോ ഇദ്ദേഹത്തിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് പറയുന്നത്. ഇനി ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം എടുത്താൽ അവിടേക്കൊക്കെ വല്ലാതെ മറിച്ച് കളയുന്നുണ്ട്. ഇനി ഷാഫി പറഞ്ഞു കൊടുത്ത ഐഡിയ ആണോ എന്നറിയില്ല. ഈ കൂട്ടത്തിൽ, അതായത് വാഴ നനയുമ്പോൾ ചീര നനയുമല്ലോ
എന്നുള്ള രീതിയിൽ ഇനി ഷാഫി പറഞ്ഞു കൊടുത്ത ഐഡിയ ആണെന്ന് അറിയില്ല. എന്തായാലും നന്നായിട്ട് വെളുപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലാണ് രാഹുൽ മാങ്കൂട്ടം. കോഴിക്കോട്ടിനകത്തു നിന്ന് മാങ്കൂട്ടം പുറത്ത് ചാടിയിട്ടുണ്ട്. എന്തായാലും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. പാലക്കാട് എന്തൊക്കെ വിസ്മയങ്ങളാണ് അദ്ദേഹം ഇനി കാണിക്കാൻ പോകുന്നത്. എന്തായാലും നാട്ടുകാർ ഇനി കാണിച്ചു കഴിഞ്ഞാൽ കൈവയ്ക്കും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. ഇങ്ങനെയാണ് ഈ കേരളത്തിലെ ഇലക്ഷൻ തരംഗത്തിനിടയിൽ ഒരു നുഴഞ്ഞു കയറാൻ വേണ്ടിയിട്ട് മാങ്കൂട്ടം നടത്തുന്ന ഒരു അഭ്യാസം. എന്തായാലും ഇലക്ഷൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. പല ആൾക്കാർക്ക് മോഹഭംഗങ്ങൾ ഉണ്ടാകാം, ചിലർക്ക് സന്തോഷമുണ്ടാകാം. എന്ത് തന്നെയായാലും ഒരു ദിവസം ഇല്ല, ഇനി ഏതാനും മണിക്കൂറുകൾ വളരെ തുച്ഛമായ സമയം മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. എന്തായാലും കാത്തിരുന്ന് തന്നെ ഇതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് അറിയാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.